നമസ്കാരം, KC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മസംസ്കരണത്തിന്റെ രാപ്പകലുമായി റംസാൻ വ്രതം. വ്രതമാസത്തെ വരവേൽക്കാനൊരുങ്ങി മുസ്ലിം വീടുകളും പള്ളികളും ഭക്തമനസ്സുകളും. നേട്ടങ്ങളും കോട്ടങ്ങളും നിരത്തി കേന്ദ്രഭരണത്തിന്റെ 3 വർഷങ്ങൾ പിന്നിട്ട് BJP സർക്കാർ. മോഡി സർക്കാരിന്റെ 3ാം വാർഷികം ജൂൺ ആദ്യവാരം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം മെയ് 8-ന് സംഘടിപ്പിക്കും. പാലക്കുന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കാറായതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കാസർഗോഡ് നഗരത്തിലെ വിപണികളിൽ ഒരുങ്ങി. ബാഗുകളും കുടകളും തുടങ്ങി ആവശ്യമായ പഠനോപാധികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിൽ കുട്ടികളും രക്ഷിതാക്കളും. പൂരക്കളിക്കുള്ള പ്രഥമ പൂമാലിക പുരസ്കാരത്തിന് P. ദാമോദര പണിക്കർ അർഹനായി. 28-ന് കാഞ്ഞങ്ങാട് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പുരസ്കാരം സമ്മാനിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പാപമുക്തിയുടെ നിർവൃതി പകർന്ന് മാനത്ത് വിശുദ്ധ റംസാൻ ചന്ദ്രികയുടെ നിലാവര തെളിയുന്നതും കാത്തിരിക്കുകയാണ് മുസ്ലിം വീടുകളും പള്ളികളും ഭക്തമനസ്സുകളും. കഠിനവ്രതത്തിൻ്റെ പകലുകളുടെയും പ്രാർത്ഥനാനിരതമാകുന്ന രാവുകളുടെ 30 ദിവസം ഭൗതികമോഹവും പ്രവർത്തികളും കൈവടിഞ്ഞ് ഒരു പുനർജന്മത്തിൻ്റെ പെരുന്നാളിലേക്ക് ഉണരാനുള്ള ആത്മീയ മുന്നൊരുക്കത്തിലാണ് ഏവരും. പള്ളികളും വീടുകളും വ്രതമാസത്തെ ആനന്ദപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. റംസാൻ വ്രതം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുക വഴി ആത്മസമർപ്പണത്തിന്റെ കടുത്ത ആരാധന കൂടി വെളിപ്പെടുത്തുന്നു. ഇസ്ലാം കലണ്ടറിലെ 9ാം മാസമാണ് റംസാൻ. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായ മാസം. വ്രതം വ്യക്തിയെ ശാരീരികമായി മാത്രമല്ല സാമൂഹികമായും നവീകരിക്കുമെന്നും ഉത്തമമായ വ്യക്തിത്വത്തെയും അതുവഴി കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയയായി മാറുന്നുണ്ടെന്നും ഇസ്ലാമിക് സെന്റർ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ വളാഞ്ചേരി പറഞ്ഞു. റമദാൻ മാസം സമാഗതമായിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ കടന്നു വരുന്നത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് റമദാനിലെ വ്രതം സഹായകമാവുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്രഷ്ടാവായ ദൈവത്തിന് സൃഷ്ടി വിശ്വാസികൾ നൽകുന്ന സമർപ്പണമാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ഉള്ളത്. ഇന്നലെ വരെ അനുവദിക്കപ്പെട്ട അവർക്ക് ഭക്ഷിക്കാനും അവർക്ക് കുടിക്കാനുമൊക്കെ അനുവാദം നൽകപ്പെട്ടിരുന്ന വസ്തുക്കൾ തൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ നിർത്തിവെക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഈ വ്രതം മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ രംഗത്തും വലിയ സ്വാധീനവും ചലനവുമാണ് ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്ത എത്രയോ സുഹൃത്തുക്കൾ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. അവരതിൻ്റെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ വ്രതം അനുഷ്ഠിക്കുന്നത്. ഒരിക്കലും അവരുടെ മേൽ ആരെങ്കിലും നിർബന്ധം ചെലുത്തുകയോ അതിൻ്റെ പേരിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയോ ചെയ്യാതെ തന്നെ വർഷങ്ങളായി നോമ്പനുഷ്ഠിക്കുന്ന സുഹൃത്തുക്കളെ എനിക്കറിയാം. നമുക്കൊക്കെ അവരെ പരിചയമുണ്ട്. അതിൻ്റെ കാരണം വ്രതം എന്ന് പറയുന്ന ഒരു കർമ്മങ്ങളുമില്ലാത്ത, വ്രതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഒരു കർമ്മമല്ല, അത് ചില വിട്ടുനിൽക്കലുകളും അതുപോലെ തന്നെ ചില ക്രമീകരണങ്ങളും ചില വ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ള ജീവിത നിയന്ത്രണവുമാണ് അതിലുള്ളത്. നാവിനെ, കണ്ണിനെ, തൻ്റെ എല്ലാ കരചരങ്ങളെയും ഈ അർത്ഥത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതചര്യയാണ് നോമ്പിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് റംസാനിലെന്ന് വിശ്വാസം. ഈ മാസത്തിലെ സൽക്കർമ്മങ്ങൾക്ക് മറ്റു നാളുകളിലേതിനേക്കാൾ പ്രതിഫലം ലഭിക്കുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. പാപങ്ങൾക്ക് ശിക്ഷയുമേറും. ഭക്ഷണം ത്യജിക്കുക മാത്രമല്ല, നിരന്തരമായ പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ചീത്തവാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കൽ, സംസാരം പോലും കുറിക്കൽ തുടങ്ങിയവയും വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി വേണം. നോമ്പുകാലത്ത് പകൽ നേരങ്ങളിൽ അനുവർത്തിക്കുന്ന ജാഗ്രതയും മിതത്വവും രാത്രികളിലും തുടരേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ ആരോഗ്യപരവും ആത്മീയപരവുമായ വ്രതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ അബ്ദുൽ ഹമീദ് പറഞ്ഞു.
നോമ്പെടുക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു കാര്യമാണ് എന്ന് എല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ്. പല ബിഷഗ്വരന്മാരും അത് പല സ്ഥലങ്ങളിലായി പല അവസരങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സംഗതിക്കും ഒരു റെസ്റ്റ് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്കും റെസ്റ്റ് ആവശ്യമാണ്. ഒരു മാസം 11 മാസവും വളരെ ചിട്ടയായി ഭക്ഷണം കഴിച്ച് ഒരു മാസം കുറച്ച് സമയം അതിനൊരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് സയൻസ് പരമായി വളരെ നല്ലൊരു കാര്യമായി ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പലരും ഉദ്ദേശിച്ച പോലെ നോമ്പ് സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കുകയല്ല വേണ്ടത്. നോമ്പ് കൊണ്ട് അതിൻ്റെ ശരിക്ക് സയൻസ് പരമായ ഇത് നേടിയെടുക്കണമെങ്കിൽ ശരിക്കും നമ്മൾ നോമ്പ് കാലത്ത് വ്രതം അനുഷ്ഠിച്ചിരിക്കണം. അതിൻ്റെ സംഗതികൾ മുഴുവനും രാത്രി തിന്നു തീർക്കണം എന്നല്ല. മുസ്ലിം സമുദായത്തിന് പുറമെ ഇതര മതസ്ഥരും റംസാൻ വ്രതം ആചരിക്കാറുണ്ട്. റംസാനിലെ രാത്രികളിൽ പള്ളികളിൽ താറാവീഹ് എന്ന പ്രത്യേക നമസ്കാരവും നടക്കും. പട്ടിണി കിടക്കേണ്ടി വരുന്നവരുടെ സങ്കടം സ്വയം അനുഭവിച്ചറിയാനും പാവങ്ങൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കാനും വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട പുണ്യമാസത്തിൽ ഏവർക്കും അവസരം ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. നേട്ടങ്ങളും കോട്ടങ്ങളും നിരത്തി കേന്ദ്ര ഭരണത്തിന്റെ 3 വർഷങ്ങൾ പിന്നിട്ട് BJP സർക്കാർ. മോദി സർക്കാരിന്റെ 3ാം വാർഷികം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ജൂൺ ആദ്യവാരം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവേദ്കർ ഉദ്ഘാടനം ചെയ്യും. നേട്ടവും കോട്ടവുമുള്ള ഒരു മിശ്ര ചിത്രമാണ് 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ മോദി സർക്കാർ നൽകുന്നത്. നോട്ട് പിൻവലിക്കൽ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകളുടെ പേരിൽ നാനാരംഗത്തു നിന്നും വിമർശനം നേരിട്ടെങ്കിലും ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും മണിപ്പൂരിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞു. മുംബൈ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലും BJP വൻ വിജയം നേടി. നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് ഈ നേട്ടങ്ങൾക്ക് അവരെ സഹായിച്ചത്. ആഭ്യന്തര രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. ആധാർ വ്യാപകമാക്കൽ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം, നൈപുണ്യ വികസന പദ്ധതികൾ തുടങ്ങിയവയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. ശുചിത്വ ഭാരതത്തിനായി സ്വീകരിച്ച നടപടികളും ലക്ഷ്യം കണ്ടു. നേട്ടങ്ങളും കോട്ടങ്ങളും നിരത്തി തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ 3 വർഷത്തെ ഭരണം. കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ മോദി സർക്കാർ 3 വർഷം പിന്നിട്ട് 4ാം വർഷത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ്. സംസ്ഥാനത്തിലുടനീളം മോദി സർക്കാരിന്റെ 3ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ജൂൺ ആദ്യവാരം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് അറിയിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവേദ്കർ ജില്ലയിലെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ സ്വാധീനമില്ലെങ്കിലും സംസ്ഥാന വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ നീക്കിവയ്പ് എത്രത്തോളമാണെന്നും ചർച്ച ചെയ്യണം. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപന പരിപാടി മെയ് 28-ന് സംഘടിപ്പിക്കും. പാലക്കുന്ന് അംബിക സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി വൈദ്യുതി മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ വീടുകൾക്കും വൈദ്യുതീകരണം ലക്ഷ്യമാക്കിയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതീകരണം പൂർത്തിയായി. ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി മെയ് 8-ന് പാലക്കുന്ന് അംബിക സ്കൂളിൽ വെച്ച് പ്രഖ്യാപിക്കും. പരിപാടി വൈദ്യുത മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ജില്ല ഈ 28-ാം തീയതി സമ്പൂർണ്ണ വൈദ്യുതീകരണം ജില്ലയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഘാടന സമിതിയൊക്കെ ഞങ്ങൾ പുതുമേലിൽ സംഘടിപ്പിച്ച് ചെയർമാൻ ഞാനും എൽസിറ്റിയുടെ അതിൻ്റെ കൺവീനറുമാണ്. എൽസിറ്റിയിലെ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരും മന്ത്രിയും ഈ ജില്ലയിലെ എല്ലാ MLA-മാരും MP-യും ഉദ്യോഗസ്ഥരും എല്ലാം ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ടുന്ന വലിയ പരിപാടിയാണ്. 2 മണിക്ക് തന്നെ ഉദുമ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഒരു ഘോഷയാത്ര പുറപ്പെട്ട് ഒരു 3 മണിക്ക് തന്നെ പാലക്കുന്നിലെത്തി അംബിക സ്കൂൾ ഗ്രൗണ്ടിൽ ഈ പരിപാടി നടത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ചടങ്ങിൽ മന്ത്രി E. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കും. P. കരുണാകരൻ MP മുഖ്യാതിഥിയാകും. ജില്ലയിലെ മുഴുവൻ MLA-മാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ഉദുമ MLA K. കുഞ്ഞിരാമൻ, P. സുരേന്ദ്രൻ, നാഗരാജ് ഭട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള ബൈക്ക് റാലിക്കും വാഹന പ്രചരണ ജാഥയ്ക്കും മഞ്ചേശ്വരത്തു നിന്നും തുടക്കമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷറഫ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയും വാഹന പ്രചരണ ജാഥയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനതല സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.
പരിപാടിക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന സ്വീകരണ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ആശംസ അറിയിച്ചു. അതിന്റെ ഭാഗമായി വിവിധ തദ്ദേശ പ്രസ്ഥാനങ്ങൾ മുഖാന്തരം അതാത് പ്രദേശത്തെ പാവപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് വൈദ്യീകരിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇളകുന്ന കേരളം വെളിച്ചത്തിൻ്റെ നിലവിൽ നിന്ന സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ബഹുവർഷ പരിപാടി ഞങ്ങളെ കാസർഗോഡ് നഗരസഭ പ്രദേശത്തും ലക്ഷക്കണക്കിന് രൂപ അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ പങ്ക് വഹിച്ചത്. പരിപാടിയിൽ പി സുരേന്ദ്ര അധ്യക്ഷത വഹിച്ചു. നാഗരാജ് ഭട്ട്, സാദർ റിയാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജാഥയുടെ സമാപനം പിലിക്കോടിൽ നടക്കും. സ്കൂൾ തുറക്കാറായതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കാസർഗോഡ് നഗരത്തിലെ വിപണികളും ഒരുങ്ങിക്കഴിഞ്ഞു. ബാഗുകളും കുടകളും തുടങ്ങി ആവശ്യമായ പഠനോപാധികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് കുട്ടികളും രക്ഷിതാക്കളും. വിപണിയിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ച് കച്ചവടക്കാരും തിരക്കിലാണ്. സ്കൂൾ തുറക്കാറായതോടെ കാസർഗോഡ് നഗരത്തിലെ കച്ചവടക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ വിപണി ലക്ഷ്യമാക്കി വ്യത്യസ്തമായ ബാഗുകളും പഠന ഉപാധികളും കച്ചവട സ്ഥാപനങ്ങളിൽ നിറഞ്ഞുകഴിഞ്ഞു. വ്യത്യസ്തമായ നിറത്തിലും ഡിസൈനുകളിലും ഒരുക്കിയ ബാഗുകൾ തന്നെയാണ് വിപണിയിലെ താരം. വിവിധ കമ്പനികളുടെ വ്യത്യസ്ത വിലയിലുള്ള ബാഗുകളും വിപണിയിലുണ്ട്. 300 രൂപ മുതൽ 4000 രൂപ വരെയുള്ള മനോഹരമായ ബാഗുകൾ കുട്ടികളെ ഏറെ ആകർഷിക്കും വിധമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുണമേന്മ കൂടിയതും സൗജന്യ ഗിഫ്റ്റുകളുമുള്ള ഇത്തരം ബാഗുകൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് കടയുടമകൾ പറയുന്നു. ബ്രാൻഡഡ് ബാഗ്സിനാണ് കൂടുതൽ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുള്ളത്. എല്ലാവർക്കും 1 ഇയർ വാറണ്ടി, 5 വർഷം വരെ വാറണ്ടിയാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നുള്ളത്. വൈൽഡ് ക്രാഫ്റ്റിനുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, 5 വർഷം വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ബാഗ്സിന്. പിന്നെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽസ്, മിൽട്ടൺ, സെല്ലോ എന്നീ ബ്രാൻഡുകൾക്കാണ് കൂടുതൽ വാല്യൂഡ് ആയിട്ടുള്ളത്. പിന്നെ ബ്രാൻഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഏകദേശം മോർ ദാൻ 20 ബ്രാൻഡ്സ്, 20ൽ കൂടുതൽ കമ്പനി പ്രൊഡക്ട്സുകൾ നമ്മളിവിടെ അവൈലബിൾ ഉണ്ട്. നമ്മളെ സ്ഥാപനത്തിലുണ്ട്. ലോക്കൽ ബാഗിൽ നിന്ന് ലോക്കൽ മെയ്ഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. ബാഗ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കമ്പനി ബാഗിലേക്കാണ് കൂടുതൽ പ്രാധാന്യം എത്തിയിട്ടുള്ളത്. നോട്ട് പുസ്തകങ്ങളും വർണ്ണങ്ങൾ നിറഞ്ഞ കുടകളുമെല്ലാം കുട്ടികളെ ആകർഷിക്കും വിധമാണ് നഗരത്തിലെ മിക്ക കടകളിലും സജ്ജമാക്കിയിട്ടുള്ളത്. ആവശ്യമായ പഠനോപാധികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ കടകളിൽ എത്തിത്തുടങ്ങിയെന്ന് നഗരത്തിലെ മറ്റൊരു കടയുടമ പറയുന്നു. സ്കൂൾ വ്യാപാരം ആദ്യം കുറച്ച് മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് ജനങ്ങളുടെ റെസ്പോൺസ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വ്യാപാരം കൂടുതലാണുള്ളത്. പിന്നെ ബ്രാൻഡഡ് പുസ്തകങ്ങളുടെയും ബ്രാൻഡഡ് ബാഗുകളുടെയും പുറകെയാണ് ആൾക്കാരെങ്കിലും നല്ല പുസ്തകങ്ങൾ വില കുറഞ്ഞ റേറ്റിൽ കൃത്യമായ പേജുകളോടുകൂടി പുസ്തകങ്ങൾ ഞങ്ങൾ വിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലവണ്ണം കസ്റ്റമറുണ്ട്. നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് യൂണിഫോമും ബാഗും കുടകളും മറ്റ് സാമഗ്രികളും സൗജന്യമായി ലഭ്യമാക്കാൻ വിവിധ സംഘടനകൾ ആവേശത്തോടെ രംഗത്തുണ്ട് എന്നതാണ് ഇപ്രാവശ്യത്തെ സ്കൂൾ വിപണിയെ കൂടുതൽ ജനകീയമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പൂരക്കളിക്കുള്ള പ്രഥമ പൂമാലിക പുരസ്കാരത്തിന് പി ദാമോദര പണിക്കർ അർഹനായി. 28-ന് കാഞ്ഞങ്ങാട് മഞ്ഞൂട്ട് ദേവാലയ പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനപങ്കാളിത്തം കൊണ്ടും നേതൃപ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ പൂരക്കളി മറത്തുകളി പ്രസ്ഥാനത്തിൽ പണ്ഡിതോചിതമായ ഇടപെടലും വാഗ്മിത്വവും കൊണ്ട് ശ്രദ്ധേയനാണ് പി ദാമോദര പണിക്കർ. കണ്ണൂർ ജില്ലയിലെ പാണപ്പുഴ ഒറവങ്കര ഭഗവതി ക്ഷേത്രത്തിൽ 18-ാം വയസ്സിൽ പൂരക്കളി മറത്തുകളി രംഗത്ത് അരങ്ങേറ്റം ചെയ്ത ശേഷം 1976-ൽ കുന്നച്ചേരി പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും നേടി. 1995-ൽ പൂരക്കളി മറത്തുകളി രംഗത്തെ ഏറ്റവും വലിയ ബഹുമതി വീരശൃംഖല നീലേശ്വരം നാഗച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. 2001-ൽ കേരള സംഗീത നാടക അക്കാദമി സാരസ്വത പുരസ്കാരവും 2010-ൽ കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പും നൽകി ആദരിച്ചു. നിരവധി ക്ഷേത്രങ്ങളിൽ പൂരക്കളി അഭ്യസിപ്പിച്ചുകൊണ്ട് കലാരംഗത്തും മറത്തുകളി രംഗത്തും അനവധി ശിഷ്യന്മാരെ പൂരക്കളി പണിക്കന്മാരായി വളർത്തിയെടുത്തിട്ടുണ്ട്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പൂരക്കളിക്കുള്ള പ്രഥമ പൂമാലിക പുരസ്കാരം 2017 മെയ് 28-ാം തീയതി കാഞ്ഞങ്ങാട്ട് നടക്കും. മഞ്ഞൂട്ട് ദേവാലയ പരിസരത്ത് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും.
പരിപാടിയുടെ ഭാഗമായി കാസർഗോഡിന്റെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിൽ KKN കുറുപ്പ് ക്ലാസ് കൈകാര്യം ചെയ്യും. ചടങ്ങിൽ വെച്ച് പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രഗത്ഭരെ ആദരിക്കും. പൂരക്കളി പ്രദർശനവും നടക്കും. വൈകുന്നേരം 5 മണിക്ക് ഭാസ്കര പണിക്കർ കൊയോങ്കര, പത്മനാഭൻ പണിക്കർ പാണപ്പുഴ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മറത്തുകളിയും അരങ്ങേറും. തുടർന്ന് മഞ്ഞോട്ട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. അപകട ഭീഷണി ഉയർത്തി മഞ്ചേശ്വരം തുമ്മിനാട്ടിലെ HT വൈദ്യുതി പോസ്റ്റ്. സ്റ്റേ വയർ പൊട്ടിയതാണ് ദേശീയപാതയോരത്തെ HT പോസ്റ്റ് അപകട ഭീഷണി ഉയർത്താൻ കാരണം. മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷന് കീഴിൽ പലതവണ പരാതി നൽകിയെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ. മഞ്ചേശ്വരം വൈദ്യുത സ്റ്റേഷൻ പരിധിയിലെ തുമ്മിനാട് ദേശീയപാതയ്ക്കടുത്തുള്ള HT വൈദ്യുത പോസ്റ്റാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത്. ദേശീയപാതയോരത്തായതിനാൽ അപകടം ഏതുനേരത്തും സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. HT വൈദ്യുത പോസ്റ്റിന്റെ സ്റ്റേ വയർ പൊട്ടിയതാണ് യാത്രക്കാരെയും മറ്റും ഭീതിയിലാഴ്ത്തുന്നത്. സ്റ്റേ വയർ താഴ്ന്ന് ഏതു നിമിഷവും അപകടം സംഭവിക്കാമെന്ന അവസ്ഥയിലാണിപ്പോൾ. മഞ്ചേശ്വരം വൈദ്യുത സെക്ഷനിൽ പലതവണ പരാതി നൽകിയതായും എന്നാൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. മണൽ വണ്ടി എന്തോ അടിച്ചിട്ട് ഒരുപാട് സമയമായി. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് അതിൻ്റെ കമ്പിയെല്ലാം ലൂസായി കിടക്കുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ടവർ ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേശ്വരം വൈദ്യുത സെക്ഷന്റെ കീഴിലുള്ള ഈ ദുരിതത്തിന് മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് എതിർത്തോടെ ഇടിമിന്നലേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ഇടിമിന്നലേറ്റ വിശ്വനാഥന്റെ മകൾ സിജിത, ബന്ധു അമിത എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴക്കാലം എത്തിയതോടെ ഇടിമിന്നലിന്റെ ആഘാതമേറ്റ് പൊള്ളലേൽക്കുന്ന സംഭവങ്ങളും പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് എതിർത്തോട്ടെ വിശ്വനാഥയുടെ വീടിന്റെ ചുമർ വിണ്ടുകീറുകയും ഭാഗികമായി തകരുകയും ചെയ്തു. ഇടിമിന്നലിൽ പരിക്കേറ്റ വിശ്വനാഥന്റെ മകൾ സിജിത, ബന്ധു അമിത എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെയർ മീറ്ററിന്റെ പേരിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടമത്ത് കയ്യൂർ റോഡ് മെക്കാഡം ടാർ ചെയ്യണമെന്നും മുഴക്കോത്ത് സമാപിച്ച സമ്മേളനം ആവശ്യപ്പെട്ടു. ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കണം. അനാവശ്യമായി ചെലവഴിക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കുന്നതും ദൂരത്തിൻ്റെ മറ്റൊരു അർത്ഥമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പം ചെറുവത്തൂർക്കാർക്ക് അതറിയാം. അതെന്തുകൊണ്ടാണ് നമ്മൾ ഓട്ടോ അന്ന് 10 രൂപയേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലേ? ഇപ്പോഴത്തെ 20 രൂപയും അല്ലേ? കൃത്യമായി അവിടെ 10 രൂപക്ക് ഇത്ര ചെറിയ ദൂരം അധികം വേർക്കാതെ അധികം ടെൻഷൻ അടിക്കാതെ കൃത്യസമയത്ത് എത്തിക്കുന്നത് ഒരു ജനകീയമായ വശം അതിന് പിന്നിൽ ഉണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിർവഹിക്കുന്നത് ഈ ദൗത്യമാണ് എത്ര കാലമായിട്ട്, എത്രയോ വർഷമായി. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KT ദിനേശൻ, TV വിനോദ്, KV ഗംഗാധരൻ വാര്യർ, KK കുമാരൻ വൈദ്യർ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. V കുഞ്ഞിരാമൻ മാസ്റ്റർ സ്വാഗതവും C ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി K ബാലകൃഷ്ണനെയും KT ദിനേശനെ സെക്രട്ടറിയായും C ഉണ്ണികൃഷ്ണനെ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. പ്രസിദ്ധ മുസ്ലിം തറവാടായ പുറാക്ക് കുടുംബസംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടത്തി. EP അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികൾ, അനുമോദനം എന്നിവയോടെയാണ് പുറായ്ക്ക് കുടുംബസംഗമം നടന്നത്. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്ന സംഗമം EP അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പുറായ്ക്ക് മുഹമ്മദ് കുടുംബ പശ്ചാത്തലം വിശദീകരിച്ചു. EP അബ്ദുൾ മജീദ്, അബ്ദുൾ റഹ്മാൻ, EP അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. PMH കുഞ്ഞബ്ദുള്ള സ്വാഗതവും EP ഫറൂഖ് നന്ദിയും പറഞ്ഞു. കുടുംബ ബന്ധനം എന്ന വിഷയത്തിൽ അബ്ദുൾ സലാം ഓമശ്ശേരി ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി സ്മാരകമായി മാവിൻ ചുവട്ടിലൊരു ഇരിപ്പിടം. സ്കൂളിൽ 1975-76 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ അപൂർവ സമ്മാനം സ്കൂളിന് നൽകുന്നത്. ഇരിപ്പിടം സമർപ്പണം 28-ന് നടത്തും. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ജൂൺ 4-ന് തുടക്കമാകും. അണിയറയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും കർമ്മനിരതരാണ്. ശതാബ്ദി ആഘോഷിക്കുന്ന സ്കൂളിനോടൊപ്പം തന്നെ എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ച് സ്കൂൾ മുറ്റത്ത് ഒരു തേന്മാവും പടർന്ന് പന്തലിച്ചു നിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ സ്പന്ദനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ കളിചിരികൾക്കും മൈതാനം നിറഞ്ഞു കളിക്കുന്ന കളിക്കാരുടെ ആരവങ്ങൾക്കും ചരിത്രസാക്ഷിയാണ് ഈ തേന്മാവെന്ന് വിദ്യാലയത്തിലെ 1975-76 SLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു. ആ സ്മരണകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ചെത്തുകല്ലുകൊണ്ട് മാവിൻ ചുവട്ടിൽ മനോഹരമായ ഒരു ഇരിപ്പിടം നിർമ്മിച്ചിരിക്കുന്നത്.
1975-76 SLC ബാച്ചിൻ്റെ സ്കൂളിനുള്ള അപൂർവ സമ്മാനം കൂടിയാണ് ഇത്. ഇരിപ്പിട സമർപ്പണ ചടങ്ങ് 28 വൈകിട്ട് 4 നടത്തും. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വ്യാപാര പ്രമുഖൻ N വെങ്കടേഷ് പ്രഭു ഇരിപ്പിടം സ്കൂളിന് സമർപ്പിക്കും. ശില്പി പ്രഭൻ നീലേശ്വരത്തെ ചടങ്ങിൽ ആദരിക്കും. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ നവകേരളത്തിന് ജനകീയാസൂത്രണം 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി വികസന സെമിനാർ സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, മുൻ ചെയർമാൻമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മുനിസിപ്പൽ സ്റ്റാഫ് അംഗങ്ങളും കൈചേർത്ത് പിടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ അധ്യക്ഷയായി. വികസന സമീപനം എന്ന വിഷയം പപ്പൻ കുട്ടമത്ത് അവതരിപ്പിച്ചു. ഗംഗാ രാധാകൃഷ്ണൻ, MP ജാഫർ, TV ഭാഗീരഥി, മഹമ്മൂദ് മുറിയനാവി, K മുഹമ്മദ് കുഞ്ഞി, CK വത്സലൻ, CK സുമയ്യ, അഡ്വക്കേറ്റ് രാജ്മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. N ഉണ്ണികൃഷ്ണൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി മനോഹർ K സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആത്മസംസ്കരണത്തിന്റെ രാപ്പകലുമായി റംസാൻ വ്രതം. വ്രതമാസത്തെ വരവേൽക്കാനൊരുങ്ങി മുസ്ലിം വീടുകളും പള്ളികളും ഭക്തമനസ്സുകളും. നേട്ടങ്ങളും കോട്ടങ്ങളും നിരത്തി കേന്ദ്രഭരണത്തിന്റെ 3 വർഷങ്ങൾ പിന്നിട്ട് BJP സർക്കാർ. മോഡി സർക്കാരിന്റെ 3ാം വാർഷികം ജൂൺ ആദ്യവാരം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം മെയ് 8 സംഘടിപ്പിക്കും. പാലക്കുന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കാറായതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കാസർഗോഡ് നഗരത്തിലെ വിപണികൾ ഒരുങ്ങി. ബാഗുകളും കുടകളും തുടങ്ങി ആവശ്യമായ പഠനോപാധികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിൽ കുട്ടികളും രക്ഷിതാക്കളും. പൂരക്കളിക്കുള്ള പ്രഥമ പൂമാലിക പുരസ്കാരത്തിന് P ദാമോദര പണിക്കർ അർഹനായി. 28 കാഞ്ഞങ്ങാട് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പുരസ്കാരം സമ്മാനിക്കും. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.